ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു പഞ്ചാബി ചിക്കൻ കറി റെഡിയാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന അടിപൊളിയൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു 400 ഗ്രാം ചിക്കന് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും നാരങ്ങാനീരും ചേർത്ത് ഒന്ന് ഇളക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പച്ചമുളക് 2 എണ്ണം എടുത്തിട്ടുണ്ട്. 8-10 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി. അതിനുശേഷം 2 സവാള ചെറുതായി അരിഞ്ഞത് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളി വഴലുന്നതിന് ആവശ്യമായ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത പഴുത്ത തക്കാളി, ഒരു വലിയ തക്കാളി ഞാൻ ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി വഴന്ന് വരുമ്പോൾ നമുക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് ചൂടുവെള്ളമാണ്. മസാലയൊന്ന് അത് വെന്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കനൊക്കെ ഏകദേശം ഒരു 80% വെന്തിട്ടുണ്ട്. അതിലേക്ക് ക്രഷ് ചെയ്ത നമ്മുടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കസ്തൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് തുറന്നിട്ട് കുറച്ച് നേരം വേവിച്ചിട്ട് അതിലേക്ക് ചെറുതായി നീളത്തിലരിഞ്ഞ ഇഞ്ചിയും കുറച്ച് 2-3 ചെറിയ കഷ്ണം ബട്ടർ, അത് നല്ല തണുത്തതായിരിക്കണം, പിന്നെ മല്ലിയില ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നല്ല കുറുകിയ ചാറോട് കൂടിയ പഞ്ചാബി ചിക്കൻ കറി റെഡിയായി. വളരെ നല്ലതാണ്. നമുക്ക് അപ്പത്തിൻ്റെ കൂടോ പിന്നെ ചപ്പാത്തിയുടെ കൂടോ റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി ഓളെന്നുള്ള ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്തിട്ടാൽ പുതിയ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.